സോ ഹായ് ഓൾ, നമ്മൾ എന്ത് ചെയ്യാണ് പ്രോബ്ലം സെഷനിലേക്ക് വരികയാണ്. സോ നമുക്ക് പ്രോബ്ലം ചെയ്യാം, പറ്റാവുന്ന മാക്സിമം പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ പ്രോബ്ലം എന്താ നമുക്ക് നോക്കാം. എന്താ നമ്മൾ ആദ്യത്തെ പ്രോബ്ലം? ടു മെറ്റാലിക് പ്ലേറ്റ്സ് ആർ പ്ലേസ്ഡ് പാരലൽ വിത്ത് ദെയർ പ്ലെയിൻസ് ഹൊറിസോണ്ടൽ. ഓക്കെ, അപ്പൊ രണ്ട് മെറ്റാലിക് പ്ലേറ്റുകൾ ഹൊറിസോണ്ടൽ ആക്കി വെച്ചിട്ടാണ്. സോ ദേ ആർ പ്രൊവൈഡഡ് വിത്ത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് യൂണിഫോം ചാർജ് ഡെൻസിറ്റീസ് പ്ലസ് മൈനസ് സിഗ്മ, പ്ലസ് ഓർ മൈനസ് സിഗ്മ. അതായത് രണ്ട് പാരൽ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതിന് രണ്ടിനും ഒന്നിന്റെ ചാർജ് പ്ലസ് സിഗ്മയാണ്, മറ്റേ ചാർജ് മൈനസ് സിഗ്മയാണ്. ചാർജ് ഡെൻസിറ്റി ആണ്. ഇഫ് എ നെഗറ്റീവ്ലി ചാർജ്ഡ് ഓയിൽ ഡ്രോപ്പ് ഓഫ് മാസ് 2 എന്താ പറയാ മില്ലിഗ്രാം ആണ് കേട്ടോ, മില്ലിഗ്രാം, ആൻഡ് ചാർജ് 1 മൈക്രോ കുളം, ഇത് മൈക്രോ ആണ് കേട്ടോ, മൈക്രോ കുളം ഈസ് കെപ്റ്റ് സ്റ്റേഷനറി ബിറ്റ്വീൻ ദ പ്ലേറ്റ് ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g is equal to 10 meter per second square. The value of sigma will be. ഓക്കെ, സോ നമുക്ക് ഇത് ഒരു പറഞ്ഞ പോലെ ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, സോ ഇവര് പറഞ്ഞത് എന്താ നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. സോ രണ്ട് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, രണ്ട് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. സോ രണ്ടും പാരലലി ഹൊറിസോണ്ടലി ഇങ്ങനെ വെക്കണം എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. രണ്ട് ഈക്വൽ ആണ് കേട്ടോ. സോ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട്. ഒന്നിന്റെ മുകളിലെ ചാർജ് എന്ന് പറഞ്ഞാൽ പ്ലസ് സിഗ്മയാണ്. ഓക്കെ, അപ്പൊ ഒന്നിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ പ്ലസ് സിഗ്മയാണ്. ഓക്കെ, ഇവിടുത്തെ ചാർജ് പ്ലസ് സിഗ്മ, പ്ലസ് ഓർ മൈനസ് സിഗ്മ എന്ന് പറഞ്ഞാൽ ഒന്നിന് പ്ലസ് ആണ്, മറ്റതിന് മൈനസ് സിഗ്മയാണ്. ഇവിടെ പ്ലസ് സിഗ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ, പ്ലസ് സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുന്ന് പോസിറ്റീവ് എന്തായിരിക്കും? ചാർജ് ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ, നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ, ദേ ആർ പ്രൊവൈഡഡ് വിത്ത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് യൂണിഫോം ചാർജ് ഡെൻസിറ്റി പ്ലസ് ഓർ മൈനസ് സിഗ്മ. ഓക്കെ, if a negatively charged oil drop of mass 2 milligram, so mass എത്രയാണ്? 2 milligram ആണ്. ഓക്കെ, 2 milligram എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആണ്? 1 milligram എന്ന് പറഞ്ഞാൽ 10 raised to minus 3 ആണ്. സോ 2 into 10 raised to minus 3 ഗ്രാം ആണ്. ഓക്കെ, അത് അങ്ങനെ ആക്കിയിട്ട് കാര്യം നമ്മളെ സ്റ്റാൻഡേർഡ് ആയിട്ട് കിലോഗ്രാമൊക്കെ ആക്കണം. സോ 2 into 10 raised to minus 3 ഗ്രാമിന് കിലോഗ്രാമൊക്കെ ആണെങ്കിൽ into 10 raised to minus 3 കൂടെ കൊടുക്കണം, അപ്പോൾ കിലോഗ്രാമൊക്കെ ആവുക. സോ 2 into 10 raised to minus 6 എന്ത് വരും? കിലോഗ്രാം വരും. കാരണം 10 raised to minus 2, 10 raised to minus 3. ഓക്കെ, 10 raised to minus 6 ആവും. സോ മാസ് കിട്ടി. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? മാസ് 2 ചാർജ് എത്ര? അതായത് ക്യൂ ചാർജ് എന്ന് പറഞ്ഞാൽ ക്യൂ എത്ര? 1 into 10 raised to minus 6 അല്ലെ. മ്യൂ എന്ന് പറഞ്ഞാൽ ഒരു മ്യൂ എന്ന് പറഞ്ഞാൽ അതായത് മൈക്രോ, മ്യൂ എന്ന് പറഞ്ഞാൽ മൈക്രോ ആണ്. മൈക്രോ എന്ന് പറഞ്ഞാൽ 10 raised to minus 6 ആണ്. ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g എത്ര? ജിയും തന്നിട്ടുണ്ട്. എത്ര? 10 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, 10 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതായത് ഇവർ പറഞ്ഞത് എന്താ വെച്ചാൽ ദേ ആർ പ്രൊവൈഡഡ് വിത്ത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് യൂണിഫോം ചാർജ് ഡെൻസിറ്റി പ്ലസ് ഓർ മൈനസ് സിഗ്മ. അപ്പൊ ഇതിങ്ങനെ വെച്ചു. ഇഫ് എ നെഗറ്റീവ്ലി ചാർജ്ഡ് ഓയിൽ ഡ്രോപ്പ് ഓഫ് മാസ് 2 milligram ആൻഡ് ചാർജ് 1 micro coulomb is kept stationary between the plate. സ്റ്റേഷനറി ബിറ്റ്വീൻ ദ പ്ലേറ്റ്, അതായത് ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ഓയിൽ ഡ്രോപ്പ്. ഓക്കെ, ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ഓയിൽ ഡ്രോപ്പിനെ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് എന്താ പറയാ, സോ ഇത് നെഗറ്റീവ്ലി ചാർജ് ആയതുകൊണ്ട് അത് ഇവിടുന്ന് അങ്ങോട്ട് പോകും അല്ലെ. സോ സ്വാഭാവികമായിട്ട് ഈ പ്ലേറ്റിന്റെ ഇടയിൽ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ഓയിൽ ഡ്രോപ്പ് ഉണ്ട്. അത് പറയുന്നത് സ്റ്റേഷനറി ആയി നിൽക്കുകയാണ്. അതായത് മുകൾക്കും പോകുന്നില്ല, താഴേക്കും പോകുന്നില്ല. സോ നമുക്കറിയാം ഇതിന്റെ ചാർജ് ക്യൂ ആണ്. ഓക്കെ, ആ ക്യൂ എത്രയാണ്? 1 into 10 raised to minus 6 ആണ്. ഇതിവിടെ സ്റ്റേഷനറി ആയി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് താഴോട്ട് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും, ഈ mg. ഓക്കെ, താഴോട്ട് സ്റ്റേഷനറി ആയി നിൽക്കണം എന്നുണ്ടെങ്കിൽ താഴോട്ടൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തുണ്ടാവും? mg. അതേപോലെ പോസിറ്റീവ് നെഗറ്റീവ് ഒരു ഇലക്ട്രിക്കൽ ഫീൽഡ് ഉണ്ടാവും. സോ ഇതൊരു ഇലക്ട്രിക്കൽ ഫീൽഡിന്റെ ഇടയിലാണ് നിൽക്കുന്നത്. സോ ഒരു ചാർജ്ഡ് പാർട്ടിക്കൽ ഇലക്ട്രിക്കൽ ഫീൽഡിന്റെ ഇടയിൽ വെച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു ഫോഴ്സ് F is equal to QE ഉണ്ടാവും. ഓക്കെ, സോ ഈ രണ്ട് ഫോഴ്സും ഈക്വൽ ആവുമ്പോഴാണ് എന്ത് ചെയ്യുക? ഇത് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു ഫോഴ്സ് കൂടി ആ ഡയറക്ഷനിലേക്ക് പോകും. സോ ഇപ്പൊ mg കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ചാർജ് നേരെ താഴോട്ട് പോകും. അതേപോലെ QE മുകൾക്കാന്നുണ്ടെങ്കിൽ ഇത് നേരെ മുകൾക്ക് പോകും. അപ്പൊ ഇവിടെ സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫോഴ്സും ഈക്വൽ ആണ്. സോ ക്വസ്റ്റ്യൻ ഓൾറെഡി എന്ത് പറഞ്ഞിട്ടുണ്ട്? സ്റ്റേഷനറി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് ഈ രണ്ട് ഫോഴ്സും ഈക്വൽ ആണ്. സോ QE is equal to mg എന്ന് കൊടുത്തു. നമുക്ക് കാണേണ്ടത് എന്താണ്? സിഗ്മയാണ് കാണേണ്ടത് അല്ലെ. ഇവിടെ E ആണ്. അപ്പൊ QE is equal to mg ആണല്ലോ അല്ലെ. സോ നമുക്ക് E എത്രയാന്ന് കാണണം. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ചാപ്റ്ററിൽ ഓൾറെഡി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോ സപ്പോസ് രണ്ട് പ്ലേറ്റ്, ഓക്കെ, രണ്ട് പ്ലേറ്റ് ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ്, അല്ലെങ്കിൽ ഇവിടെ നെഗറ്റീവ് ചാർജ് ആണ്. ഓക്കെ, പിന്നെ ഇവിടെ വേറെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു സാധനം അതായത് ഒരു പ്ലേറ്റിന്റെ ചാർജ് പ്ലസ് സിഗ്മയും മറ്റേതിന് മൈനസ് സിഗ്മയും ആണെങ്കിൽ ഇവർ തമ്മിൽ ഇലക്ട്രിക്കൽ ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 1/2 epsilon 0 into sigma 1 minus sigma 2 ആണ്. നിങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് അറിയില്ലെങ്കിൽ എഴുതി വെക്കുക. രണ്ട് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ആയ പ്ലേറ്റിന്റെ ഇടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 1/2 epsilon 0 sigma 1 minus sigma 2 ആണ്.
ഇവിടെ സിഗ്മ 1 എന്താണ് സിഗ്മയാണ്, സിഗ്മ 1 സിഗ്മയാണ്, സിഗ്മ 2 എന്താണ് മൈനസ് സിഗ്മയാണ്. ഓക്കെ, ഇവിടെ സോറി ഇവിടെ ഞാൻ പ്ലസ് സിഗ്മ മൈനസ് സിഗ്മ, ഇവിടെ മൈനസ് ആണ്. ഒന്ന് പ്ലസും ഒന്ന് മൈനസും, നേരെ തിരിച്ചും കൊടുക്കാൻ പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല. ഓക്കെ, ഇത് പ്ലസ് സിഗ്മ മൈനസ് സിഗ്മ. അപ്പോ സിഗ്മ 2 എന്താണ് മൈനസ് സിഗ്മയാണ്. സോ നമുക്ക് ഇവിടെ കൊടുത്തു നോക്കാം. സോ നമുക്ക് എന്ത് കിട്ടും, ഇ ഈസ് ഈക്വൽ ടു 1/2 എപ്സിലോൺ 0 ഇൻറ്റു സിഗ്മ 1 എന്ന് പറഞ്ഞ സിഗ്മയാണ്, മൈനസ് വേറൊരു മൈനസ് സിഗ്മ കൂടെ വന്നു. ഓക്കെ, സോ ഇത് രണ്ടും പ്ലസ് ആവും. സിഗ്മ പ്ലസ് സിഗ്മ 2 സിഗ്മയാണ്. സോ 2 സിഗ്മ/2 എപ്സിലോൺ 0. സോ 2 ഉം 2 ഉം കട്ട് ചെയ്തു. സോ ഇലക്ട്രിക്കൽ ഫീൽഡ് എന്ത് കിട്ടി, ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ ക്യൂ ഇ ഈസ് ഈക്വൽ ടു എം ജി ഉണ്ട് അല്ലെ. സോ നേരത്തെ കണ്ടുവച്ച ക്യൂ ഇ ഈസ് ഈക്വൽ ടു എം ജി ഉണ്ട്. നമ്മൾ ഈ സിഗ്മ ബൈ എപ്സിലോൺ 0 ഇക്ക് പകരം സിഗ്മ ബൈ എപ്സിലോൺ 0 കൊടുക്കുക. സോ ക്യൂ ഇൻറ്റു ഇക്ക് പകരം സിഗ്മ ബൈ എപ്സിലോൺ 0 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, എം ജി കിട്ടി. നമുക്ക് സിഗ്മയാണ് കിട്ടേണ്ടത്. എന്തായിട്ടുണ്ട്, സിഗ്മയാണ് കിട്ടേണ്ടത്. സോ സിഗ്മ ഈസ് ഈക്വൽ ടു എം ജി, ഈ താഴെ എപ്സിലോൺ 0 ഇങ്ങോട്ട് എടുത്തു. സോ എം ജി ഇൻറ്റു എപ്സിലോൺ 0 ഓൾ ഡിവൈഡ് ബൈ ഇവിടെ ഉള്ള ഇൻറ്റു ക്യൂ എന്ത് ചെയ്തു, താഴോട്ടും വന്നു, ഓൾ ഡിവൈഡ് ബൈ ക്യൂ എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ എല്ലാം തന്നിട്ടുണ്ട്. മാസ് എത്രയാണ്, 1 ഇൻറ്റു 10 റൈസ് ടു അല്ല 2 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 6 ആണ്. ക്യൂ 1 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 6 ആണ്. ജി 10 ആണ്. എല്ലാം കൂടെ കൊടുക്കാം. ഓക്കെ, സോ എന്ത് കിട്ടും, സോ മാസ് എത്ര, 2 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 6, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 തന്നിട്ടുണ്ട്. എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ എത്ര, 8.85 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 12 ആണ് അല്ലെ. ഓൾ ഡിവൈഡ് ബൈ എത്ര, ക്യൂ എത്ര, ക്യൂ എന്ന് പറഞ്ഞാൽ അതും തന്നിട്ടുണ്ട്. ക്യൂ എത്ര, യെസ്, ക്യൂ ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 6. ഓക്കെ, 1 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 6. ഓക്കെ, സോ ഇതൊക്കെ 1 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 6ഉം 10 റൈസ് ടു മൈനസ് 6ഉം വെട്ടി. പിന്നെ ഇതൊക്കെ കൂടെ സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് ആൻസർ ആസ്, വീട്ടിൽ പോയിട്ട് ചെയ്ത് നോക്കുക, 1.77 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 10 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതെല്ലാം വീട്ടിൽ പോയിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ലോജിക്ക് എന്താണ്, വളരെ സിമ്പിൾ ആണ്. അതായത് സ്റ്റേഷനറി ആയി വെക്കുമ്പോൾ മുകൾക്കൊരു ക്യൂ ഇ ഉണ്ട്, താഴേക്കൊരു എം ജി ഉണ്ട്. രണ്ട് ഇക്വേറ്റ് ചെയ്യാൻ കാരണം ഇവിടെ സ്റ്റേഷനറി ആണെന്ന് ഓൾറെഡി ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, so that is over. Then we are going for the next one. Okay, ഇനി നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആക്കി ചെയ്യണം. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് എന്താന്ന് നോക്കാം. ഓക്കെ, സോ എന്താണ് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കൂ. ഓക്കെ, എ പോയിന്റ് ചാർജ് ഓഫ് 10 റൈസ് ടു മൈനസ് 8 കുളം. അപ്പൊ നമ്മളെ കയ്യില് ഒരു പോയിന്റ് ചാർജുകളുണ്ട്. എത്ര, 10 റൈസ് ടു മൈനസ് 8 കുളമ്പാണ്. ഈ സിറ്റുവേറ്റഡ് അറ്റ് ദ ഒറിജിൻ ഓഫ് കോർഡിനേറ്റ്. അപ്പോൾ ഒറിജിനിലാണ് ആദ്യം 10 റൈസ് ടു മൈനസ് 8 എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ ചാർജ് ഇരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഒറിജിനിൽ ആ ചാർജിനെ കൊണ്ടുവെക്കാം. ഓക്കെ, സിമ്പിൾ പരിപാടിയാണ് കേട്ടോ, വലിയ പ്രശ്നമൊന്നുമില്ല. സോ 10 റൈസ് ടു മൈനസ് 8 എന്ന് പറഞ്ഞാൽ നമ്മളെ ചാർജ് ഒറിജിനിലാണ് നിൽക്കുന്നത്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് A122 ആൻഡ് B144. സോ ഇവിടുന്ന് ഇപ്പൊ എന്താ പറയാ, സപ്പോസ് എ എന്നുള്ള പോയിന്റ് ഇവിടുന്ന് ഇങ്ങോട്ടായിക്കോട്ടെ. ഓക്കെ, എ എന്നുള്ള പോയിന്റ് ഇവിടുന്ന് ഇങ്ങോട്ടായിക്കോട്ടെ. എത്ര, 122 ആണ്. ബി എന്നുള്ള പോയിന്റ് സപ്പോസ് ഇവിടുന്ന് ഇങ്ങോട്ടായിക്കോട്ടെ. ഓക്കെ, ബി എന്നുള്ള പോയിന്റ് ഇവിടെ ആയിക്കോട്ടെ. അത് 442 ആണ് അല്ലെ, 442 ആണ്. സോ ഈ എക്കും ബിക്കും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കാണേണ്ടത്. ഓക്കെ, സപ്പോസ് എയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഞാൻ എന്തെടുത്തു, വി എന്താ പറയാ ഇനീഷ്യൽ ആദ്യത്തേതാണല്ലോ, വി എ ആൻഡ് വി ബി, ഇതിന്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ആദ്യത്തെ പോയിന്റ് എ ആണ്. സോ ഞാൻ അതിന് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ വി ഐ എന്ന് കൊടുത്തു. രണ്ടാമത്തെ പോയിന്റ് ബി ആണ്, അത് ഞാൻ വി എഫ് എന്ന് കൊടുത്തു. ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്, കെ ക്യൂ ഓൾ ഡിവൈഡഡ് ബൈ ആർ ആണ് പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ അല്ലെ. കെ ക്യൂ ഓൾ ഡിവൈഡഡ് ബൈ ആർ, കെ എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 10 റൈസ് ടു 9 ആണ്. ഓക്കെ, ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അതിനൊരു ചെറിയ കുഴപ്പമുണ്ട്, ഇവിടെ 6 കിട്ടണം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വി ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ ഏലുള്ള പോയിന്റിൽ എന്ത് ചെയ്യണം, ഇവിടുന്ന് തൊട്ട് ഈ ചാർജ് തൊട്ട് ഇതുവരെയുള്ള ദൂരമാണ് R. സോ ഇവിടെ R1 ഒന്ന് കൊടുത്തു. ഈ ചാർജ് തൊട്ട് ഈ ബി വരെയുള്ള പോയിന്റുള്ള ദൂരമാണ് R2. ഓക്കെ, R2 കൊടുത്തു. ഓക്കെ, സോ നമുക്ക് ഈ രണ്ടെണ്ണം കിട്ടണം. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കാണാനുള്ള ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു വി ഫൈനൽ മൈനസ് വി ഇനീഷ്യൽ ആണ്. ഡിഫറൻസ് ആണല്ലോ, ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ് എപ്പോഴും വരിക. വി ഫൈനൽ മൈനസ് വി ഇനീഷ്യൽ. ഓക്കെ, സോ ഇവിടെ വി ഇനീഷ്യൽ ആദ്യം കാണണം. സോ ആദ്യം ഈ ദൂരം കാണണം. ഓക്കെ, ഈ 122 എന്ന് പറഞ്ഞൊരു കോർഡിനേറ്റ് ആണ്. അതിന് നമുക്ക് വെക്ടർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. I പ്ലസ് 2J പ്ലസ് 2K എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഏതൊരു കോർഡിനേറ്റ് ആയിക്കോട്ടെ, ഫോർ എക്സാമ്പിൾ ഇപ്പോ 411 ഇതൊരു കോർഡിനേറ്റ് ആണ്. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, 4I പ്ലസ് J പ്ലസ് K എന്ന് എഴുതാൻ പറ്റും. 4I പ്ലസ് 1J പ്ലസ് 1K എന്ന് എഴുതാൻ പറ്റും. കാരണം ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്, സെഡ് ആക്സിസ് ആണ്. സോ അതിന് അലോങ് ആയി യൂണിറ്റ് വെക്ടർ ആയി, ഇത് J ആണ്, K ആണ്. സോ അങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതേപോലെ ഇതിനെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതാം. 4I പ്ലസ് പറയൂ 4I പ്ലസ് 4J പ്ലസ് എന്താ പറയാ 2K എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ കാണേണ്ടത് ഇതാണ് ഇവിടുത്തെ R1 എന്ന് പറഞ്ഞ ഈ വെക്ടർ ആണ്. R1 എന്ന് പറഞ്ഞ ഈ വെക്ടർ ആണ്.
സോ ഇവിടുന്നോട്ട് ഇതുവരെയുള്ള ദൂരം R1 ആണ്. സോ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നമുക്ക് കാണേണ്ടത്. R1 എന്ന് പറഞ്ഞാൽ ഈ വെക്ടർ ആണ്. സോ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണും? സോ R1 ന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണും? നമുക്കറിയാം, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റൂട്ട് ഓഫ് ഇവിടെ ഇതിന്റെ ഒക്കെ കോഎഫിഷ്യന്റ് എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യുക. I എന്ന് പറഞ്ഞാൽ അവിടെ 1 ആണ്. സോ 1 ന്റെ സ്ക്വയർ പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 2 ന്റെ സ്ക്വയർ പ്ലസ് 3 വീണ്ടും 2 എന്ന് പറഞ്ഞാൽ വീണ്ടും 2 ന്റെ സ്ക്വയർ. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? R1 ഈസ് ഈക്വൽ ടു എത്ര? 1 പ്ലസ് 4 പ്ലസ് 4. സോ R1 വിൽ ബി റൂട്ട് 9, ദാറ്റ് വിൽ ബി 3. സോ നമുക്ക് R1 എത്ര കിട്ടി? 3 എന്ന് കിട്ടി. ഓക്കെ, R1 നമുക്ക് 3 എന്ന് കിട്ടി. ഇനി നമുക്കൊരു R2 കിട്ടണം. R2 കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവിടെയും റൂട്ട് ഓഫ് എന്തെടുത്താൽ മതി? റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. മോഡ് R2 എന്ന് കൊടുക്കണം, കാരണം മാഗ്നിറ്റ്യൂഡ് ആണ് കാണുന്നത്. സോ R2 is equal to എന്ത് കിട്ടി? 4 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഓക്കെ, 4 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ അല്ലേ? ഓക്കെ, അപ്പൊ അത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4ഉം 4ഉം. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. 1 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. ഓക്കെ, പ്ലസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ ഒക്കെ കിട്ടുമ്പോൾ റൂട്ട് 36 എന്ന് കിട്ടും. സോ R2 എത്ര കിട്ടും? റൂട്ട് 36 പറഞ്ഞാൽ 6 ആണ്. ഓക്കെ, റൂട്ട് 36 എന്ന് പറഞ്ഞാൽ 6 ആണ്. സോ വി വിൽ ഗെറ്റ് ആൻസർ ആസ് 6. സോ ഇനി ചെയ്യാൻ വലിയ പ്രശ്നമില്ല. ഓക്കെ, ഇനി ചെയ്യാൻ വലിയ പ്രശ്നമുണ്ടോ? ഇല്ല. R2 കിട്ടി, R1 കിട്ടി. സോ കാണാനുള്ള ഇക്വേഷൻ V is equal to VF minus VI ആണ്. സോ V is equal to VF minus VI അല്ലെ? സോ എങ്ങനെ വരും? V is equal to V final minus V initial. ഓക്കെ, V initial എന്ന് പറഞ്ഞ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? KQ by എന്താണ്? V initial എന്ന് പറഞ്ഞ ഈ പോയിന്റ് ആണ്. V is equal to KQ by R ആണ്, പക്ഷെ ഇവിടെ R1 ആണ് അല്ലെ? സോ V initial is equal to KQ by R1. അപ്പൊ നമുക്ക് കൊടുക്കാം. K എന്ന് പറഞ്ഞാൽ എത്ര? 9 into 10 raised to 9. Q എന്ന് പറഞ്ഞാൽ എത്ര? ഓക്കെ, അപ്പൊ KQ by R1 ആണ്. 9 into 10 raised to 9. Q എത്ര? Q നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 10 raised to minus 8 ആണ്. ഓക്കെ, 10 raised to minus 8 all divided by R1 എത്ര? I think that is 3. ഓക്കെ, 3. സോ VI കിട്ടി. നമുക്ക് ഫൈനൽ കാണാം. ഓക്കെ, VF. ഓക്കെ, കാരണം VI മൈനസ് VF, സോറി VF മൈനസ് VI അല്ല. സോ VF എന്താ നോക്കാം. വളരെ പെട്ടെന്ന് VF നോക്കാം. VF എന്ന് പറഞ്ഞാൽ KQ by R ആണ്, R2 ആണ്. KQ by R2. Q എന്ന് പറഞ്ഞാൽ 10 raised to minus 8 ആണ്. R2 പറഞ്ഞാൽ 6 ആണ്. ഓക്കെ, സോ KQ by R2. ഓക്കെ, K എന്ന് പറഞ്ഞാൽ എത്ര? 9 into 10 raised to minus 9 into Q എത്ര? Q എന്ന് പറഞ്ഞാൽ 10 raised to minus 8 ആണ്. ഓക്കെ, ഓൾ ഡിവൈഡ് ബൈ R2. R2 എന്ന് പറഞ്ഞാൽ 6 ആണ്. അവിടെ നോക്കിയാൽ മനസ്സിലാവും. ഈ രണ്ടും മൈനസ് ചെയ്യാം. ഓക്കെ, സോ ഇത് രണ്ടും മൈനസ് ചെയ്യാം. V is equal to VF minus VI ആണ്. സോ V is equal to VF minus VI. അപ്പൊ VF എത്ര? ഇതാണ് 9 into 10 raised to minus 9 into 10 raised to minus 8 all divided by 6 minus 9 into 10 raised to 9 into 10 raised to minus 8 all divided by 3. ഓക്കെ, സോ 3 ആട്ടോ, 3. സോ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ യു വിൽ ഗെറ്റ് പൊട്ടൻഷ്യൽ ആസ്. അപ്പോൾ അത് രണ്ടും കൂടെ മൈനസ് ചെയ്ത് നോക്കാം വീട്ടിൽ പോയിട്ട്. യു വിൽ ഗെറ്റ് പൊട്ടൻഷ്യൽ ആസ് V is equal to മൈനസ് 15 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to മൈനസ് 15 വോൾട്ട് എന്ന് കിട്ടും. നമ്മൾ സമയത്തിന്റെ ആധിക്യ മൂലം നമ്മൾ ചെയ്യാണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ചെയ്യുമ്പോൾ V is equal to മൈനസ് 15 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് വെറുതെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, മൈനസ് 15 വോൾട്ട് എന്നാ കിട്ടുക. സോ അത് കഴിഞ്ഞു. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് ഒന്ന് വെറുതെ കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, സോ ഇതെന്താ ഇതിന്റെ വിഷയം എന്ന് വെച്ചാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ചെയ്യാൻ ചോദ്യം കാണുമ്പോൾ വളരെ ചെറുതായിരിക്കും, പക്ഷെ ചെയ്യാൻ കുറെ ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്തത്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ പ്രോബ്ലം ആണ്. കുറെ ചെയ്യാനുണ്ടാവും. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. ഓക്കെ, സോ അടുത്തൊരു പ്രോബ്ലം നമുക്ക് വെറുതെ ചെയ്ത് നോക്കാം. വെറുതെ അല്ല, കാര്യത്തിന് തന്നെയാണ് ചെയ്യണേ. ഓക്കെ, ഇതിനൊരു ചിത്രം കൂടെ ഉണ്ട് കേട്ടോ. ഇതിന്റെ ചിത്രം എങ്ങനെയാണ്? ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചുതരാം. അതിന്റെ ചിത്രം എങ്ങനെയാണ്? അപ്പൊ ഈ ചിത്രം കൂടെ ഉണ്ട്. സോ ചിത്രം നമുക്ക് സ്ലൈഡിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല. സോ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ വരുന്നത്. ഓക്കെ, സോ ഇതിന്റെ ചിത്രം ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഒക്കെ സ്ട്രെയിറ്റ് ലൈൻ ആക്കണേ. ഓക്കെ, ഒക്കെ എല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആക്കണം. ഓക്കെ, സോ ഓൾറെഡി ക്വസ്റ്റ്യൻ തന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഇവിടെ ABC എന്നാണ് ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണെന്നൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഓരോ സൈഡും എത്ര വരുന്നുണ്ട്? ഓക്കെ, 2 മീറ്റർ ആണ് ഓരോ സൈഡും. ഓക്കെ, അപ്പൊ ഇവിടെയൊക്കെ 2 മീറ്റർ ആണ്, എല്ലായിടത്തും 2 മീറ്റർ ആണ് സൈഡ്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? പിന്നെ യൂണിഫോം ഇലക്ട്രിക്കൽ ഫീൽഡ്, അപ്പോൾ അതും തന്നിട്ടുണ്ട് കേട്ടോ. ഇലക്ട്രിക്കൽ ഫീൽഡ് ഇങ്ങോട്ടാണ് ഡയറക്ഷൻ, ഇതൊക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇലക്ട്രിക്കൽ ഫീൽഡ് ഇങ്ങോട്ടാണ് ഡയറക്ഷൻ, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് E is equal to 10 ആണ്. as shown in the figure. VA minus VB is equal to VA minus VB എത്രയാണെന്നാണ് കാണാൻ പറഞ്ഞത്. VA minus VB എത്രയാണെന്നാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. സോ വലിയ ബുദ്ധിമുട്ടുണ്ടോ അത് കാണാൻ? നോ ബുദ്ധിമുട്ട് അറ്റോൾ. സോ നമ്മൾ ഇത് കാണാൻ വേണ്ടി ഈ തന്നിട്ടുണ്ട്
അതേപോലെ നമുക്കൊരു സൈഡ് തന്നിട്ടുണ്ട് 2 മീറ്റർ ആണെന്നുള്ളതൊക്കെ, അതെന്തെങ്കിലും ആവട്ടെ. നമുക്ക് ആദ്യം ചെയ്യാനുള്ള പരിപാടി, ഇതിന് ഞാൻ ഒന്നും കൂടെ എടുത്തു. ഓക്കെ, ഇത് ഞാൻ ഒന്നും കൂടെ അങ്ങോട്ട് മാറ്റി വരച്ചു. ഓക്കെ, സോ ഇവിടെ കുറെ ഇലക്ട്രിക്കൽ ഫീൽഡ് ഉണ്ടല്ലോ, ഞാൻ അതിൽ ഒന്നും എടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാച്ചും എടുത്തോ, വിഷയമല്ല. കാരണം എല്ലാം ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, എല്ലാം ഇങ്ങനെ തന്നെയാണ്. അപ്പൊ അതൊരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണല്ലോ അല്ലെ. അപ്പൊ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു സൈഡിന്റെ ആംഗിൾ 60 ഡിഗ്രി വരും. സോ ഇവിടെ 60 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും, സംശയമില്ല. ഓക്കെ, ഈ ഡിഗ്രി 60 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഇവിടെ ഒരു ഇലക്ട്രിക്കൽ ഫീൽഡ് ഉണ്ട്. ഒരു ഫീൽഡ് ഞാൻ എടുത്തത്, അത് എത്ര 10 ആണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് VA മൈനസ് VB ആണ് കാണേണ്ടത്. സോ ഇവിടെ A ഉണ്ട്, ഇവിടെ B ഉണ്ട്, C ഉണ്ട്. അപ്പോ അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് കാണണം. നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ dV ആണ്. dV ഈസ് ഈക്വൽ ടു നമുക്ക് അറിയുന്ന ഇക്വേഷൻ മൈനസ് E ഡോട്ട് dr ആണ് അല്ലെ. സോ അടുത്ത സ്റ്റെപ്പിൽ dV ഈസ് ഈക്വൽ ടു മൈനസ് E ഡോട്ട് dr എന്ന് പറഞ്ഞാൽ EdR cos θ എന്നാണ് അല്ലെ. അടുത്ത സ്റ്റെപ്പിലോ dV ഈസ് ഈക്വൽ ടു മൈനസ് EdR cos 60. ഓക്കെ, ഇവിടെ കോസ് എന്താ പറയാ 60 ഡിഗ്രി ആണ്. സോ cos 60 എന്ന് കൊടുത്തു. cos 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഓക്കെ, cos 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് കിട്ടി? dV ഈസ് ഈക്വൽ ടു മൈനസ് E ഇൻറ്റു dr ഇൻറ്റു 1/2. ഇനി എല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ എത്ര? ഈ ഇലക്ട്രിക്കൽ ഫീൽഡ് ആണ് എത്ര? 10 ആണ്. ഓക്കെ, സോ dV ഈസ് ഈക്വൽ ടു dV പറഞ്ഞാൽ മൈനസ് 10 അല്ലെ. സോ മൈനസ് 10 ഇൻറ്റു dr എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്, ചെറിയ ഡിസ്റ്റൻസ്. സോ ഒരു സൈഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 മീറ്റർ ആണ്. ഇത് അവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എല്ലാം 2 മീറ്റർ ആണ് എല്ലാ സൈഡും. സോ dr എത്ര കിട്ടും? 2 കിട്ടും. സോ മൈനസ് 10 ഇൻറ്റു 2 ഇൻറ്റു 1/2 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ 10ഉം 2 കട്ട് ചെയ്തു. സോ dV ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 10 വോൾട്ട്. നമ്മൾ ചോദിച്ചത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ആരൊക്കെയാണ്? VA മൈനസ് VB ആണ്. അതായത് dV എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. സോ VA മൈനസ് VB ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? മൈനസ് 10 വോൾട്ട് എന്ന് കിട്ടി. സോ ദ ആൻസർ ഈസ് മൈനസ് 10 വോൾട്ട്. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ്. ഹമ്പിൾ അല്ലേ? വളരെ 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 ഹമ്പിൾ ആണ്. ഓക്കെ, സോ അതും കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യന്റെ ഫിഗറും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോ വിഷയമാക്കണ്ട, സോറി അതല്ല ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് സംഭവത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കുറച്ച് ടഫാണ്. IITക്ക് മാത്രം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നീറ്റിന് ചോദിക്കുന്നുള്ള ഒരു ഉറപ്പില്ല. ആകെ IITക്ക് മാത്രം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഡിഗ്രി ലെവലുള്ള ഒരു ചോദ്യമാണ്. IITക്ക് ചോദിക്കുള്ളൂ, നീറ്റിന് ചോദിക്കാൻ ചാൻസ് കുറവാണ്. ബട്ട് എക്സാം ടഫ് ആയാൽ നീറ്റിന് ചോദിക്കാമല്ലോ. സോ ഒരു IIT ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ, നമുക്ക് IIT ക്വസ്റ്റ്യൻ ആണ്. IIT ക്വസ്റ്റ്യൻ എന്താ ഇവിടെ താഴെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇത് ചെയ്യപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ കുറച്ച് പ്രയാസമായിരിക്കും. ബട്ട് ഇവൻ ദോ നമുക്ക് ചെയ്തു നോക്കാം. നമുക്ക് നോക്കാലോ നിങ്ങൾക്ക് കിട്ടില്ല എന്നൊക്കെ. ഓക്കെ, കുറച്ച് പണിയാണ്. ബട്ട് എന്താ പറയാ, ഇത്തിരി ലോജിക്കൊന്നുമല്ല, കറക്റ്റ് മാത്തമാറ്റിക്കൽ സ്റ്റെപ്പാണ്. സോ നമുക്ക് നോക്കാം. ഓക്കെ, ദ ഇലക്ട്രിക്കൽ ഫീൽഡ് വെക്ടർ ഇൻ എ റീജിയൻ ഈസ് ഗിവൺ ബൈ. ഒരു ഇലക്ട്രിക്കൽ ഫീൽഡ് വെക്ടർ റീജിയനിൽ തന്ന ഇലക്ട്രിക്കൽ ഫീൽഡ് വെക്ടർ എന്ന് പറയുന്നത് E ഈസ് ഈക്വൽ ടു എന്താണ്? 3I പ്ലസ് 4yj ആണ്. ഓക്കെ, കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ അറ്റ് 2 മീറ്റർ 1 മീറ്റർ, അതായത് 2 എന്നുള്ള ഭാഗത്തുള്ള പൊട്ടൻഷ്യൽ കാണണം. ഓക്കെ, ബൈ ടേക്കിംഗ് ദ പൊട്ടൻഷ്യൽ അറ്റ് ഒറിജിൻ ഈസ് ഈക്വൽ ടു 0. ഒറിജിനുള്ള പൊട്ടൻഷ്യൽ 0 ആണ്. 2 എന്നുള്ള പോയിന്റുള്ള പൊട്ടൻഷ്യൽ നമുക്ക് കാണണം. ഓക്കെ, സോ അത് കാണാനേ നമുക്ക് ആകെ ഉള്ള പൊട്ടൻഷ്യൽ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? V ഈസ് ഈക്വൽ ടു മൈനസ് V ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് എന്താണ്? E ഡോട്ട് dr എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. അതല്ലാതെ അത് dV ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് E ഡോട്ട് dr എന്ന് പറഞ്ഞ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. E ഡോട്ട് dr ആണ്. ഓക്കെ, ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക ആദ്യം. ഓക്കെ, അപ്പൊ ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ഈ ഭാഗത്ത് ഇന്റഗ്രേഷൻ കൊടുക്കണം. dVന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ V ആണ്. ഓക്കെ, dxന്റെ ഇന്റഗ്രൽ x ആണ്, Vന്റെ ഇന്റഗ്രൽ V ആണ്, dqന്റെ ഇന്റഗ്രൽ Q ആണ്. അതേപോലെ സോ ഇത് പൊട്ടൻഷ്യൽ കാണാനുള്ള വേറെ ഇക്വേഷൻ ആണ്, എഴുതി വെച്ചോ. V ഈസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ E ഡോട്ട് dr. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. സോ ഈ ഇക്വേഷൻ എഴുതി വെച്ചോ. ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുക ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫീൽഡ് വേരിയബിൾ ആകുമ്പോഴാണ്. അതായത് ഇലക്ട്രിക്കൽ ഫീൽഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അതെങ്ങനെ മനസ്സിലാവുക? ഇവിടെ നോക്കണ്ടല്ലേ, 3I പ്ലസ് 4yj ആണ്. ഇവിടെ y എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. yക്ക് 1 കൊടുക്കുമ്പോൾ ഇലക്ട്രിക്കൽ ഫീൽഡിന് ഒരു വാല്യൂ ആയിരിക്കും, yക്ക് 2 കൊടുക്കുമ്പോൾ അടുത്ത വാല്യൂ ആയിരിക്കും. അതായത് അതിങ്ങനെ നമ്മൾ കൊടുക്കുന്ന വാല്യൂ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് വേരിയബിൾ ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ, ഇലക്ട്രിക്കൽ ഫീൽഡ് വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് തന്ന ഇലക്ട്രിക്കൽ ഫീൽഡിൽ എക്സോ വൈ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെടുക്കുക? ഈ ഇക്വേഷൻ എടുക്കുക. ഓക്കെ, പക്ഷെ അവിടെയും ഒരു കുഴപ്പമുണ്ട്. dr അറിയണം, ഈ ഇവിടെ തന്നിട്ടുണ്ട്, വിഷയമല്ല. ഓക്കെ, സോ അപ്പോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ I ക്യാപ്പും J ക്യാപ്പും ഉണ്ട്. അതായത് ഇത് X ആക്സിസിലും അതേപോലെ Y ആക്സിസിലാണ് കിടക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു 10K കൂടെ ഉണ്ടെങ്കിലോ ഇവിടെ XYZ പ്ലെയിനിലായിരിക്കും അത് കിടക്കുക. ഓക്കെ,
സോ ഇവിടെ ഇപ്പോൾ എക്സ് ആക്സിസും വൈ ആക്സിസും ആയതുകൊണ്ട് തന്നെ എക്സ് വൈ പ്ലെയിനിലാണ് കിടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൊസിഷൻ വെക്ടർ r എന്ന് പറയുന്നത് എക്സ് ഐ പ്ലസ് വൈ ജെ ആയിരിക്കും. ഓക്കെ, എക്സ് വൈ പ്ലെയിനിലാണ് തന്നിട്ടുണ്ടെങ്കിൽ എക്സ് ഐ പ്ലസ് വൈ ജെ ആണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇവിടെ പോലെ സെഡും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലോ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ആവും എക്സ് വൈ സെഡ് പ്ലെയിനിലാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, പ്ലെയിൻ എങ്ങനെ മനസ്സിലാക്കുക? ഐയും ജെ ഉണ്ടെങ്കിൽ എക്സ് വൈ പ്ലെയിൻ ആണ്, ഐ ജെ കൂടെ കെ കൂടെ ഉണ്ടെങ്കിൽ അത് എക്സ് വൈ സെഡ് പ്ലെയിൻ ആണ്. സോ ആർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ തന്നെ അങ്ങോട്ട് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ആർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൊസിഷൻ ആണ്, അതെന്ന് പറഞ്ഞാൽ എക്സ് ഐ പ്ലസ് വൈ ജെ ആണ്. ഓക്കെ, നമുക്ക് ആർ അല്ല വേണ്ടത്, ഡി ആർ ആണ് വേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് ചെയ്യുക, മൊത്തം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടി വെച്ചിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, ആറിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡി ആർ ബൈ ഡി ടി ആയിരിക്കും. ഓക്കെ, ഡി ബൈ ഡി ടി ആണ് നമ്മൾ ഡിഫറൻഷ്യൽ എന്ന് പറയാം. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ ഡി ബൈ ഡി എക്സ് എന്ന് പറയാം അല്ലെ. സോ ഇവിടെ ആരാണ്? ആർ ആണ്. സോ ആറിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഡി ആർ ബൈ ഡി ടി. ഓക്കെ, ഈസ് ഈക്വൽ ടു എക്സിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡി എക്സ് ബൈ ഡി ടി എന്നാ വരിക. ഒരു ഐ ഉണ്ട്, അപ്പൊ ഐ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. പ്ലസ് വൈ ജെ ആണ്. സോ അതിന്റെ ഡിഫറൻഷ്യൽ എന്താ വരിക? ഓക്കെ, അവിടെ വെറും വൈ ജെ ആണോ? അല്ല, 4 YJ എന്നാണ് അല്ലെ. സോ അല്ല ഇവിടെ ഇതിനെ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, വൈന്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി വൈ ബൈ ഡി ടി ആണ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ടി ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുത്തത് കേട്ടോ, ഇൻറ്റു ജെ എന്ന് തോന്നുന്നു. ഇനി അടുത്ത സ്റ്റെപ്പില് എല്ലായിടത്തും ഡി ടി കോമൺ അല്ലേ. സോ ഡി ടിനൊക്കെ നമ്മൾ വെട്ടിക്കളയാം. സോ ഇവിടുത്തെ ഡി ടി താഴത്തെ ഡി ടി ഒക്കെ വെട്ടിക്കളയുമ്പോൾ ഡി ആർ എന്ത് കിട്ടും? ഡി ആർ ഈസ് ഈക്വൽ ടു ഡി എക്സ് ഇൻറ്റു ഐ ക്യാപ്പ് പ്ലസ് ഡി വൈ ഇൻറ്റു ജെ ക്യാപ്പ് എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് ഇ കിട്ടി, ഇ ഇതാ ഇവിടെ ഉണ്ട്. സോ ഇയും കിട്ടി, എന്ത് കിട്ടി? ഡി ആറും കിട്ടി. ഇനി നമുക്ക് ആദ്യം ഈ ഇക്വേഷൻ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ അത് കിട്ടി. സോ ഇതും കിട്ടി. സോ ഇ കിട്ടി, ഡി ആർ കിട്ടി. പക്ഷെ നമ്മൾ ഇക്വേഷൻ എന്താണോ? നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഈസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി ആർ ആണ്. അപ്പൊ നമുക്ക് ആദ്യം ഇ ഡോട്ട് ഡി ആർ എന്ന് പറഞ്ഞ ആ സാധനം കാണാം. ഓക്കെ, എന്നിട്ട് ഇന്റഗ്രൽ കൊടുത്താൽ മതി. സോ ഇ ഡോട്ട് ഡി ആർ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ഡോട്ട് പ്രോഡക്റ്റ് ആകുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. സോ ഇ ഡോട്ട് ഡി ആർ എന്ന് പറയുമ്പോൾ എന്ത് വരും? അതായത് 3i പ്ലസ് 4 ഇൻറ്റു വൈ ജെ ഡോട്ട് ആണ് കേട്ടോ. ഡോട്ട് എന്താ പറയും? ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ ആണ്. ഓക്കെ, ഡോട്ട് ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആദ്യം 3 ഇൻറ്റു ഡി എക്സ് ചെയ്യാം. ഓക്കെ, സോ 3 ഇൻറ്റു ഡി എക്സ് പ്ലസ്, ഓക്കെ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ഇട്ടു, ആ ഐയും ജെ ഒന്നും വേണ്ട. പിന്നെ എന്ത് ചെയ്തു? 4y ഇൻറ്റു എന്ത് ചെയ്യുക? ഡി വൈ ചെയ്യാം. ഇസ് ഈക്വൽ ടു 4y ഇൻറ്റു ഡി വൈ എന്ന് ചെയ്യാം. ഓക്കെ, അത്ര ഉള്ളു പരിപാടി. ഇ ഡോട്ട് ഡി ആർ എന്ന് പറയുമ്പോൾ ആദ്യം 3 ഇൻറ്റു ഡി എക്സ് ചെയ്യാം, പിന്നെ 4y ഡി വൈ എന്ന് ചെയ്യാം. ഓക്കെ, ആ ജെയും നോക്കണ്ട, ഐയും നോക്കണ്ട. ഐയും മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷെ നിങ്ങൾ ഐ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ 1 ആണ്, ജെ ഡോട്ട് ജെ എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ഇ ഡോട്ട് ഡി ആർ എന്ന് കിട്ടി. ഇനി അത് നേരെ എവിടെ കൊടുത്താൽ മതി? ഈ ഇക്വേഷൻ കൊടുത്താൽ മതി. വി ഇസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി ആർ. ഓക്കെ, സോ എന്ത് കിട്ടും? വി ഈസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി ആർ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഇ ഡോട്ട് ഡി ആറിന് പകരം ആരൊക്കെ കൊടുക്കും? 3dx പ്ലസ് 4dy എന്ന് കൊടുക്കും. സോ നെക്സ്റ്റ് സ്റ്റെപ്പിന് ഇനി ഫുൾ ഇന്റഗ്രേഷൻ ആണ്. മൈനസ് ഓഫ് എന്ത് കിട്ടി? 3dx പ്ലസ് എന്താ പറയാ 4y dy എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇതിന്റെ ഉള്ളിലത്തെ മൈനസ് ഒക്കെ ഞാൻ അതിനുള്ളിൽ കൊടുക്കാൻ പോകണം. ഈ മൈനസ് ഇവന് കൊടുക്കും, ഈ മൈനസ് ഇവന് കൊടുക്കും. സോ നമുക്ക് എന്ത് കിട്ടും? വി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇന്റഗ്രൽ ഓഫ് മൈനസ് 3dx മൈനസ് എന്താ പറയാ 4y dy. ഓക്കെ, അപ്പോ ഇതൊക്കെ ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അടുത്ത സ്റ്റെപ്പിൽ ഒക്കെ വളരെ വളരെ ക്രൂഷ്യൽ ആണ്. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഈ ഇന്റഗ്രൽ രണ്ടുപേർക്കും കൊടുക്കും. ആദ്യം ഇവനൊരു ഇന്റഗ്രൽ കൊടുക്കും, പിന്നെ അടുത്ത ആൾക്ക് ഇന്റഗ്രൽ കൊടുക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ഇന്റഗ്രൽ കൊടുക്കുമ്പോൾ ഇന്റഗ്രലും അതേപോലെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇതിനിങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? മൈനസ് 3dx മൈനസ് എന്ത് കിട്ടി? ഇന്റഗ്രൽ ഓഫ് എന്ത് കിട്ടി? 4y dy എന്ന് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ വി ഈസ് ഈക്വൽ ടു മൈനസ് 3 ഞാൻ പുറത്തേക്ക് എടുത്തു. മൈനസ് 3 പുറത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് 3 ഇൻറ്റു ഇന്റഗ്രൽ ഡി എക്സ് മൈനസ് ഇവിടെ 4 ഞാൻ പുറത്തേക്ക് എടുത്തു. 4 ഇൻറ്റു വൈ ഡി വൈ എന്ന് കിട്ടി. ഇനി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മളോട് കാണാൻ പറഞ്ഞത് ബൈ കാൽക്കുലേറ്റിംഗ് ദ പൊട്ടൻഷ്യൽ 2 മീറ്റർ 1 മീറ്റർ, അതായത് 2-1 എന്നുള്ള പോയിന്റിലാണ് നമുക്ക് കാണാനുള്ളത്. ഓക്കെ, 2-1 എന്നുള്ള പോയിന്റിലാണ് നമുക്ക് കാണാനുള്ളത്. 2-1 എന്നുള്ള പോയിന്റിലാണ് കാണാനുള്ളത്. ഓക്കെ, സോ 2 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് ആണ്, y എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് ആണ്. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്തു? എല്ലാം 0 എന്നാണ് തുടങ്ങുന്നത്, ഒറിജിനാണ് തുടങ്ങുന്നത്. സോ 0 to എന്ത് കൊടുത്തു? 2 എന്ന് കൊടുത്തു, കാരണം അത് എക്സ് ആക്സിസ് ആയതുകൊണ്ട്. അതേപോലെ ഇവിടെ 0 to എന്ത് കൊടുക്കണം? 1 എന്ന് കൊടുക്കണം. കാരണം ഇവിടെ 0 വരാനുള്ള കാരണം എന്താ അറിയോ? നമ്മൾ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
അത് കണ്ടോ, ദ പൊട്ടൻഷ്യൽ അറ്റ് ഒറിജിൻ ഈ 0 എന്ന് പറയുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ അവിടെ 0 എന്ന് കൊടുത്തത്. ഓക്കെ, സോ v is equal to -3 into integral 0 to 2 dx minus 4 into integral 0 to 1 y dy. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ v is equal to -3 into -3 into ഇന്റഗ്രൽ dx എന്ന് പറഞ്ഞ x ആണ്. ഓക്കെ, അതിങ്ങനെ കൊടുക്കുക. പിന്നെ ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇവിടെ 0.2 കൊടുക്കുക. ഓക്കെ, -4 into വീണ്ടും സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. y dy എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, എക്സ് റൈസ് ടു ഇന്റഗ്രൽ എന്താ പറയാ, എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്ന് പറയുന്നത്, അതിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് റൈസ് ടു n+1/n+1 ആണ്. അതേപോലെ ഇന്റഗ്രൽ അതുപോലെ ഇവിടെ y റൈസ് ടു എൻ ഡി വൈ എന്ന് പറഞ്ഞാലും എന്താ അതിന്റെ ആൻസർ വരിക? y റൈസ് ടു n+1/n+1 ആണ്. ഓക്കെ, സോ ഇന്റഗ്രൽ y dy ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ y²/2 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ 0 കൊടുക്കണം, 1 കൊടുക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. v is equal to -3 into ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ ആദ്യം എക്സിന് 2 കൊടുക്കുക. എന്ത് കിട്ടും? 2 കിട്ടി. പിന്നെ എക്സിന് 0 കൊടുക്കുക. അപ്പൊ അത് കൊടുത്താൽ 0 തന്നെ കിട്ടുക. സോ ആദ്യം സ്ക്വയർ ബ്രാക്കറ്റിലുള്ള സ്ഥാനത്തിന് എക്സിന് 2 കൊടുക്കുക. സോ -3 into 2 -4 into ഇവിടെ y²/2 അല്ലേ, ആ 1 എന്ത് ചെയ്യുക? ഇവിടെ 0 ആണെന്നുണ്ടെങ്കിൽ yക്ക് ആദ്യം 1 കൊടുക്കുക. സോ 1 square 1²/2 എന്ന് കിട്ടി. ഓക്കെ, സോ ഇത് ചെയ്താൽ എന്ത് കിട്ടും? v is equal to -3 into 2 -6 ആണ്. -4 into 1²/2. 1² എന്ന് പറഞ്ഞാൽ 1 ആണ്, 1/2. 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്യും. സോ -6 -2. സോ ദാറ്റ് ഈസ് equal to -8 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, -8 വോൾട്ട് എന്ന് കിട്ടും. സോ വളരെ ലെങ്തി ആയ ക്വസ്റ്റ്യൻ ആണ്. എത്ര കാലം ചെയ്യാണ്ട് നോക്കി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ആറിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക, xi + yj പഠിച്ചു വെക്കുക. xy ആണെങ്കിൽ, അല്ലെങ്കിൽ z കൂടെ ഉണ്ടെങ്കിൽ xi + yj + zk കൂടെ ഉണ്ടാവും. പിന്നെ ഈ ഒരു ഇക്വേഷൻ കൂടെ പഠിച്ചു വെച്ചിട്ട് ആയി കൊടുത്താൽ മതി. പിന്നെ ലിമിറ്റ് ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും. ബട്ട് നിങ്ങൾ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ തറോ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ പുല്ല് പോലെ നിങ്ങൾക്ക് ഇതാക്കാം. അപ്പൊ ഇപ്പൊ കുറച്ച് ടഫ് ആയിട്ട് തോന്നും, അല്ലെങ്കിൽ ചെറിയ ഭാഗങ്ങൾ മനസ്സിലാവാത്തത് തോന്നും. അത് ഇന്റഗ്രേഷൻ പഠിക്കാത്തതുകൊണ്ടാണ്. ബട്ട് ഇന്റഗ്രേഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സംഭവം വളരെ സിമ്പിൾ ആവും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. ഓക്കെ.